നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പാർലമെന്റിൽ വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ വോട്ടെടുപ്പിൽ ഇന്ന് എന്താകും ഉറ്റുനോക്കുകയാണ് ഏവരും. പാസ്സാകാൻ എന്തായാലും 3/2 ഭൂരിപക്ഷം വേണം, നമുക്കറിയാം. അതിനാൽ ഉറപ്പായും പ്രതിപക്ഷ പിന്തുണയും വേണം. നടക്കില്ല എന്ന് പ്രതിപക്ഷം അങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാകും കാര്യങ്ങൾ, എന്താകും കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ 4 മണിക്ക് വോട്ടെടുപ്പ്. ബില്ല് പാസ്സാകാൻ 360 എംപിമാർ പിന്തുണയ്ക്കണം. സംവരണം നിലവിലെ സീറ്റിൽ മതിയെന്ന നിലപാടിൽ കോൺഗ്രസ്, വിയോജിച്ച് BJP. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ. നേരത്തെ കോളേജിലുണ്ടായ മറ്റ് സംഭവങ്ങളിലും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചതായി സൂചന. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഡോക്ടർ റാമിനെതിരെ കടുത്ത നടപടിയുണ്ടായേക്കും. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇന്നും തുടരും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ താൽക്കാലിക ആശ്വാസം. പരസ്യ പ്രതികരണത്തിന് കർശന വിലക്ക്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ല എന്ന നേതൃത്വം. രമേശ് ചെന്നിത്തല ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ കാണും. ആറാഴ്ചത്തെ സംഘർഷത്തിനൊടുവിൽ ഇറാനുമായി സമാധാന കരാറിലേക്ക് അടുത്ത അമേരിക്ക. ഇറാൻ സമ്പുഷ്ട യുറേനിയം കൈമാറാൻ സമ്മതിച്ചതായി ട്രംപ്. 10 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിൽ ഇസ്രായേലും ലെബനനും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വീണ്ടും വാദം. ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം. സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇന്നുണ്ടായേക്കും. IPL മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 4ാം തോൽവി. പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. ഇന്ന് കൊൽക്കത്ത ഗുജറാത്ത് പോരാട്ടം. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ഇന്നും ചർച്ച തുടരും. വോട്ടെടുപ്പ് വൈകിട്ട് 4 മണിക്കാണ്. വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയെന്നും മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ അനുവാദം ഇതേ രീതിയിൽ തുടരുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബില്ലിനെ എതിർക്കും എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. നമുക്ക് വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണനോട് തന്നെ ചോദിച്ചറിയാം. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർലമെന്റിലേക്കാണ്. കാരണം ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്ന് എന്താകും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാം ഈ 3/2 ഭൂരിപക്ഷം വേണം. സ്വാഭാവികമായും ഭരണപക്ഷത്തിന് അത് ഇല്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു പിന്തുണ വേണം. അവരാണെങ്കിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താകും എന്നുള്ളൊരു ആകാംക്ഷ അങ്ങനെ നിൽക്കുന്നു അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് പാർലമെന്റിലേക്കാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ബില്ല് വനിതാ സംവരണം എന്നുള്ളത് രാജ്യത്തെ നിയമസഭകളിൽ, നിയമനിർമ്മാണ സഭകളിൽ, നിയമസഭയിലും ലോക്സഭയിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ച തുടരും. വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിന് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം മാത്രം പോരാ. വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷവും ഈ ബില്ല് പാസ്സാക്കുന്നതിന് അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം ബില്ല് അവതരണത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള ശബ്ദ വോട്ടിനപ്പുറത്തേക്ക് വോട്ടെടുപ്പ് നടന്നിരുന്നു. ആ വോട്ടെടുപ്പിന്റെ നില പരിശോധിക്കുമ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള പിന്തുണ സർക്കാരിന് ലഭിച്ചിരുന്നില്ല. അതായത് ഇന്നലെ 436 പേരായിരുന്നു വോട്ട് ചെയ്തത്. അതിൽ 251 പേർ സർക്കാരിന് അനുകൂലമായും 185 പേർ പ്രതികൂലമായിട്ടുമാണ്. അതായത് ഈ ബില്ലിനെ അവതരണം പോലും എതിർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്. നിലവിലെ അവസ്ഥയിൽ 180-ൽ താഴെ അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ 180-ൽ കൂടുതൽ ആളുകൾ ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്താൽ ആ ബില്ല് ലോക്സഭ കടക്കില്ല. ലോക്സഭ കടന്നില്ലെങ്കിൽ ബില്ല് രാജ്യസഭയും പരിഗണിക്കില്ല. അത്തരത്തിലൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. സർക്കാർ ആവർത്തിച്ച് ഈ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ വ്യക്തമാക്കുന്നത് വനിതാ സംവരണം 33% എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം നടക്കും. അതിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് വനിതാ സംവരണത്തിനൊപ്പം ചേർത്തിട്ടുള്ള മണ്ഡല പുനർനിർണയമാണ്. ഈ മണ്ഡല പുനർനിർണയത്തിന്റെ ആവശ്യമില്ല എന്നും ഈ 543 സീറ്റുകളിൽ, നിലവിൽ ലോക്സഭയിൽ 543 സീറ്റുകളാണുള്ളത്, അതിൽ തന്നെ വനിതാ സംവരണം നടപ്പാക്കണമെന്ന ആവശ്യം നിലവിൽ പ്രതിപക്ഷം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ രാജ്യത്ത് മണ്ഡല പുനർനിർണയം അനിവാര്യമാണ്. അത് നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇത്തരത്തിൽ അതിന്റെ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മണ്ഡല പുനർനിർണയം നടന്നിട്ടില്ല. അതുകൊണ്ട്
മണ്ഡല പുനർനിർണയം അനിവാര്യമാണ് എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഇതിനെ പ്രതിപക്ഷം എതിർക്കുന്നത് അടുത്ത തവണ 2029 പൊതു തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും BJPക്ക് അധികാരത്തിലേറുന്നതിന് അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കേരളം ഉൾപ്പെടെ ചെറിയ സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കാനുമാണ് മണ്ഡല പുനർനിർണയത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോപണം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലോക്സഭയിൽ മറുപടി നൽകിയിരുന്നു. ഒന്ന്, ഈ വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ, അത് പരാജയപ്പെടുത്തുകയാണെങ്കിൽ രാജ്യം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന പ്രസ്താവനയിലൂടെ അതിനൊപ്പം നിൽക്കണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി നൽകി. ഒപ്പം മണ്ഡല പുനർനിർണയത്തിലൂടെ ഒരു സംസ്ഥാനവും അപ്രസക്തമാകില്ല എന്നും 50% സംവരണം അല്ലെങ്കിൽ 50% അനുപാതം എന്ന രീതിയിൽ സംസ്ഥാനങ്ങളിലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. അതുകൊണ്ട് നിലവിലുള്ള അതേ പ്രാതിനിധ്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോക്സഭയിൽ ലഭിക്കും. അതിൽ യാതൊരു തരത്തിലുമുള്ള ദോഷം ഒരു സംസ്ഥാനത്തിനും ഉണ്ടാകില്ല എന്ന ഗ്യാരണ്ടി നൽകുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷം എങ്ങനെയാകും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഭരണപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ പ്രതിപക്ഷം ഈ മണ്ഡല പുനർനിർണയത്തിൽ അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ശക്തമായ പ്രതിഷേധം അവർ ഉയർത്താൻ തന്നെയുള്ള ഒരു സാധ്യത കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉയർന്നു വരുന്നത് കണ്ടു, പ്രധാനമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആയിട്ട്. തീർച്ചയായും, അതായത് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നിലപാട് എന്തായിരിക്കും എന്നതനുസരിച്ചിരിക്കും ആ ബില്ലിൽ ലോക്സഭയുടെ കടക്കുമോ എന്നുള്ളത് അറിയേണ്ടത്. കാരണം ഏറ്റവും വലിയ ആശങ്ക വനിതാ സംവരണ ബില്ലിനൊപ്പം തന്നെ 3 ബില്ലായിട്ടാണ് നാരി ശക്തി വന്ദൻ അഭിയാൻ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 33% വനിതാ സംവരണം, സംസ്ഥാനങ്ങളിലെ മണ്ഡല പുനർനിർണയം, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മണ്ഡല പുനർനിർണയം, ഈ 3 ബില്ലുകളും ചേർത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 3 ബില്ലുകളിലും ഒരുമിച്ചാണ് ചർച്ച നടക്കുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ എതിർപ്പ് മണ്ഡല പുനർനിർണയത്തിലാണ്. ഇതിലൂടെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യം പിടിച്ചടക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം അവസാനിപ്പിക്കുന്നതിന് BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയെ കുത്തകയാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം മുൻപോട്ട് വയ്ക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ഇന്നലെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. പ്രധാനമന്ത്രി ഒരു ഗ്യാരണ്ടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള അനുപാതം അല്ലെങ്കിൽ നിലവിലുള്ള പ്രാതിനിധ്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോക്സഭയിൽ ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയത്. ഒപ്പം ബില്ല് പാസ്സാവുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കോ കേന്ദ്ര സർക്കാരിനോ വേണ്ട, അത് പാർലമെന്റിന് നൽകിയാൽ മതി, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് പ്രതിപക്ഷം എടുത്തോളൂ, പക്ഷേ ബില്ല് പാസ്സാക്കാതിരിക്കരുത് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് എന്ത് നടപടി സ്വീകരിക്കും? ഇന്നലത്തേതിന് സമാനമായി ശക്തമായ പ്രതിഷേധം ഈ ബില്ലിന്മേൽ എതിർപ്പ് ഉന്നയിക്കുമോ എന്നുള്ളത് നോക്കിക്കാണണം. ലോക്സഭയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവല ഭൂരിപക്ഷം മാത്രം പോരാ, മുഴുവൻ വോട്ട് ചെയ്യുന്നവരിൽ 3/2 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാക്കുന്നതിന് അനിവാര്യമാണ്. ലോക്സഭയിൽ ബില്ല് വിജയിച്ചാൽ മാത്രമേ രാജ്യസഭ പരിഗണിക്കുകയുള്ളൂ. ശരി ജിഷ്ണു, എന്തായാലും ഈ പറഞ്ഞതുപോലെ വനിതാ സംവരണ ബില്ലിൽ, ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ എന്താകും, 3/2 ഭൂരിപക്ഷം വേണം, എന്താകും കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വൈകിട്ട് 4 മണി വരെ എന്തായാലും കാത്തിരിക്കണം. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പോര് വിലക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ല എന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് പോര് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. മഹാരാഷ്ട്ര DCC അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തുന്ന രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണും. വിവരങ്ങൾ നൽകാൻ അൻഫിൽറ്റ് ഡിസൂസ ഒപ്പം ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു തർക്കം ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോകുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പോക്ക്. എങ്കിൽ കൂടി കേരളത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മുഖ്യമന്ത്രി ചർച്ചയിൽ ആദ്യം മുൻപന്തിയിൽ നിന്നൊരു പേരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. അങ്ങനെ ഈ ഫാൻസ് ഫോർ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യത്തിൽ ഇതിന് ഒരു സമവായം, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോഴും അത് വേണ്ടാതാകുമോ? എന്താണ് അൻഫിൽറ്റിന് തോന്നുന്നത്? ശ്രീജ, ഈ മെയ് 4 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെയും ഈ രീതിയിലുള്ള തർക്കം, അതിനുശേഷം ആ ഭൂരിപക്ഷം എങ്ങനെ കിട്ടുന്നു എന്നതിനനുസരിച്ചായിരിക്കും. UDF-നായിരിക്കും ഭൂരിപക്ഷമെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂക്ഷമായ രീതിയിൽ തന്നെ തർക്കമുണ്ടാകും. പക്ഷെ അതുവരെയും ആ ഫലം വരുന്നതിന് ഇനി ഒരു 17 ദിവസം, ഇന്നത്തെ കൂടി നോക്കുകയാണെങ്കിൽ 17 ദിവസം ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഈ 17 ദിവസവും ഈ രീതിയിൽ ഏറ്റവും കുറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും ഈ ഫാൻസിന്റെ പോര്
തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ രീതിയിൽ ഒരു വാശിയേറിയ രീതിയിലാണ് പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഈ രണ്ട് ചേരികളായി തിരിഞ്ഞ വി.ഡി. സതീശ പക്ഷവും ഒപ്പം കെ.സി. പക്ഷവും എന്ന രീതിയിൽ പോർവിളിയിൽ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ രീതിയിലൊരു പോർവിളിയായി പരസ്പരം കലഹിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ ഈ രീതിയിൽ നേതാക്കളൊക്കെ പരസ്യമായി ഇത് വിലക്കുകയും ഒപ്പം തന്നെ ഇത് വിലക്കാതെയും വിലക്കിയും ഒക്കെ തന്നെ ഈ നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. അതോടുകൂടിയാണ് ഇതിനകത്ത് സംസ്ഥാന നേതൃത്വം KPCCയുടെ ഒരു വിലക്ക്, അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ ഒരു വിലക്കുമൊക്കെ വന്നിട്ടുണ്ട്. ദീപദാസ് മുൻഷി ഈ വിഷയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നേതാക്കന്മാർ പരസ്യമായി പോരടിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 വരെ കാത്തിരിക്കണമെന്ന ഒരു താക്കീത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നൽകിയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കും നേതാക്കളൊക്കെ തന്നെയും ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് ഇനി മുതിരുകയില്ല. പക്ഷെ അത് ഈ മെയ് 4 വരെ മുതിരുകയില്ല എന്ന് നമുക്ക് പറയാനാവുകയില്ല. അതായത് ഒരു 17-18 ദിവസം വരെയൊക്കെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്ര കണ്ട് അങ്ങനെ ഇരിക്കുമെന്ന കാര്യത്തിലും സംശയമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഈ തർക്കം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല ഡൽഹിക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം മഹാരാഷ്ട്ര DCC അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ പോലും ഉറപ്പായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സ്വാഭാവികമായും ഇവിടുത്തെ വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യുന്നു. കാരണം ആദ്യം മുതലേ ഇപ്പോഴും 3 പേർ തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഭാഗം തന്നെയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയും തുടക്കം മുതലേ രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന പേരുകൾ ഉയർന്നു കേട്ടിരുന്ന ചർച്ചയ്ക്കിടയിലാണ് പൊടുന്നനെ തന്നെ വലിയൊരു ചർച്ചയാണ്, വലിയൊരു തരംഗം എന്ന രീതിയിൽ കെ.സി. വേണുഗോപാൽ എത്തുന്നു. അതോടുകൂടിയാണ് ഈ ഫാൻസ് പോര് വലിയ രീതിയിൽ പരസ്യമായ ഒരു കലഹത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ചയുണ്ടായത്. രമേശ് ചെന്നിത്തല തൽക്കാലത്ത് ഒരു സമവായം എന്ന രീതിയിലൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് എന്തായിരിക്കും അവിടെ പറയുക, ധരിപ്പിക്കുക, ആ രീതിയിൽ നേതൃത്വം ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് രാഹുൽ ഇപ്പോൾ നിലവിൽ ദീപദാസ് മുൻഷിയാണ് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നൽകുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കേരളത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഉറപ്പാണ്, ഈ രീതിയിൽ പരസ്പരം കലഹിക്കുന്നതിൽ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ, അത് നേതൃത്വം KPCC നേതൃത്വം വലിയ രീതിയിൽ അതൃപ്തിയിൽ തന്നെയാണ്. കാരണം പലവട്ടം സണ്ണി ജോസഫ് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ നേതാക്കൾ പരസ്പരം കലഹിക്കാൻ പാടില്ല, കാരണം ഉത്തരവാദിത്തമുള്ള നേതാക്കളാണ്, അവർ ആ പൊസിഷൻ കീപ്പ് ചെയ്യണമെന്ന രീതിയിൽ തന്നെയുള്ള മുന്നറിയിപ്പ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നാലും ബെന്നി ബെഹനാന്റെ ഭാഗത്തു നിന്നാലും KC ജോസഫിന്റെ ഭാഗത്തു നിന്നായാലും തന്നെ ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും അതിന് തൊട്ട് താഴെയുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ യുവനിരയിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയുമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ KC വേണുഗോപാലിന് പിന്തുണ എന്ന രീതിയിലൊരു ഫാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവരൊക്കെ തന്നെയും സൈബർ ടീമുകളുടെ, പക്ഷേ ഈ സൈബർ ടീമിനെ ആരൊക്കെ നിയന്ത്രിക്കുന്നു? അവിടെ നിന്ന് നേതാക്കന്മാർ അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും സൈബർ ഇടത്തിലെ പോര് അതേ രീതിയിൽ തുടരുന്നു. കാരണം അത് തങ്ങളുടെ കയ്യിലല്ല, സൈബറിൽ ഒരു ഫാൻസ് ടീമുകൾ പരസ്പരം കലഹിക്കുന്നതാണ്, അവിടെ തങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല എന്ന രീതിയിൽ നേതാക്കന്മാർ പറഞ്ഞൊഴിയുമ്പോഴും ഒരു ഭാഗത്ത് പരസ്യമായ നേതാക്കന്മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാതെ കുറച്ചുനാൾ നിൽക്കുമെങ്കിലും മറുഭാഗത്ത് അവരുടെ തന്നെ ഇടപെടലുകൾ കാരണം ഫാൻസുകൾ തമ്മിൽ പോരടിക്കുന്നത് കാഴ്ച അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെയും അതിനുശേഷം ഭൂരിപക്ഷം ആർക്കായിരിക്കും എന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഈ കലഹം മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുക. ശരി അൻഫിൽഡ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പോര് ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുകയാണ്. പക്ഷേ ആ വിലക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം അതുവരെ നേതാക്കൾ പ്രതികരിക്കാതിരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. നേരത്തെ കോളേജിലുണ്ടായ സംഭവങ്ങളിൽ പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചതായിട്ടാണ് സൂചന. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഡോക്ടർ റാമിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും. അതേസമയം ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഇതുവരെ ഈ ആരോപണ വിധേയരായ അധ്യാപകരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും മാനേജ്മെന്റിനെതിരെയൊക്കെ ശക്തമായ ആരോപണം ഉയർന്നു വരുന്നു. വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധവുമായി ഇന്നലെ രംഗത്ത് വരുന്നത് കണ്ടു. ഇന്നും അവർ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിൽ വാർത്തകൾ ഏത് രീതിയിലേക്ക് പോകുന്നു, എങ്ങനെയാണ് ഇന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ?
ശ്രീജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതിന്റെ മരണത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണ് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കോളേജിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. മുമ്പ് കോളേജിൽ ഇതിനുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് 2 ദിവസത്തിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ റാമിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിനോടകം തന്നെ നിതിന്റെ പരാതിക്ക് പുറമെ ഇത്തരത്തിൽ നിരവധി പരാതികൾ ഡോക്ടർ റാമിനെതിരെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിക്കുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. പോലീസും അത്തരത്തിലൊരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും മുമ്പ് അഡ്മിഷൻ എടുത്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിതിനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഈ കോളേജിലുണ്ടായിരുന്നു. ആ വിവാദങ്ങളെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ ഗൗരവപൂർവ്വമായിട്ടുള്ള അന്വേഷണവും മൊഴിയെടുക്കലും നടന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത നൽകാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നിലവിൽ ഈ ആരോപണ വിധേയരായ 2 അധ്യാപകരെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സംഭവങ്ങൾക്ക് കൂടുതൽ കൃത്യത വന്നതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ രാജ്യം വിട്ടു പോവാതിരിക്കാനായി ഡോക്ടർ റാമിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇതിനോടകം തന്നെ പോലീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ഡോക്ടർ റാമിനെതിരെയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ന് ആരോഗ്യ സർവകലാശാലയിലെ വിഭാഗം അന്വേഷണ സംഘം ഇവിടെ എത്തി നേരിട്ട് തെളിവുകൾ ശേഖരിക്കും. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിക്കുള്ള ഒരു സാധ്യതയും ആരോഗ്യ സർവകലാശാല വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഗവർണർ ഇത്തരത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. എന്തായാലും ആരോഗ്യ സർവകലാശാലയുടെ ഈ ആഭ്യന്തര അന്വേഷണത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോഴും പ്രതിഷേധ സ്വരവുമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർ 5 ആവശ്യങ്ങൾ ഇപ്പോൾ മാനേജ്മെന്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രാബല്യത്തിലായിട്ടുണ്ട്. അതിൽ റാമിനെ പുറത്താക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കിടയാകും. ശ്രീജ. ശരി ജോസഫ്. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന വിവരമാണ് ജോസഫ് അഗസ്റ്റിൻ പങ്കുവയ്ക്കുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയെയും ഭർത്താവിനെയും അന്വേഷിച്ചാണ് പോലീസ് സംഘം എത്തിയത്. അതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം പാർട്ടി നേതാക്കളും ഒക്കെ വല്ലാതെ വലച്ചൊരു കേസാണ് ഈ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ കേസ്. ഇപ്പോൾ അന്വേഷണ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. മറുവശത്ത് പെൺകുട്ടി സഹായത്തിനായി മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്ത് നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളതാണല്ലേ ഏവരും ഉറ്റുനോക്കുന്നത്. ശ്രീജ, കുംഭമേള വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള പോക്സോ കേസിലാണ് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയെയും ഇവരുടെ ഭർത്താവിനെയും കണ്ടെത്തുന്നതിന് വേണ്ടി പല അന്വേഷണങ്ങളും പോലീസ് സംഘം നടത്തിയിരുന്നു. ഇവർ തൃക്കാക്കരയിലും ആലുവയിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടിയെയോ ഭർത്താവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് പെൺകുട്ടി ഇന്നലെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കത്ത് ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു. എന്തിനാണ് ഈ പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന കാര്യം അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് കമ്മീഷണർ ഇന്നലെ പ്രതികരിച്ചത്. പോലീസിന്റെ അതായത് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് വലിയ സഹായമൊന്നും തന്നെ മധ്യപ്രദേശ് പോലീസ് സംഘം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ ഇന്നലെ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നും കൊച്ചിയിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെയും ഇവരുടെ ഭർത്താവിൻ്റെയും മൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മധ്യപ്രദേശ് പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ അവർ
എറണാകുളം ജില്ലയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിക്കും ഇവരുടെ ഭർത്താവിനും താമസിക്കുന്നതിന് വേണ്ടി സൗകര്യം അടക്കം ഒരുക്കി കൊടുത്തിരുന്ന ഇവരുടെ ഒരു സുഹൃത്തിനെ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു. ഇയാളിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾക്കും ഇപ്പോൾ ഇവർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും പോലീസിനുമായി പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയുടെ ഭർത്താവിന് മെയ് മാസം 20-ാം തീയതി വരെ ഇവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവടക്കം കാണിച്ചുകൊണ്ടാണ് ഏതായാലും ഇന്നലെ പെൺകുട്ടി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഈ കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന നീക്കം, അല്ലെങ്കിൽ കേരള പോലീസ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, രേഖകൾ പ്രകാരം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരിക്കുന്നത്. ഇതിന് നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പെൺകുട്ടി ഇവർ ഹാജരാക്കിയിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ള ഒരു വിശദീകരണം. ഈ കേസിൽ നേരത്തെ ഉത്തർപ്രദേശ് പോലീസും പിന്നീട് മധ്യപ്രദേശ് പോലീസും കേസ് എടുത്തതിന് പിന്നാലെ തന്നെ കേരള പോലീസും സമാന്തരമായിട്ട് അന്വേഷണം നടത്തിയിരുന്നതാണ്. ഏതായാലും നിലവിലിപ്പോൾ മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. ശ്രീജ. ശരി കിരൺ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുന്നു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ ഇന്നും വീണ്ടും വാദം തുടരും. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദമാകും ഇന്ന് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇന്നുണ്ടായിരിക്കും. ശബരിമല കേസിൽ 5-ാം ദിവസത്തെ വാദമാണ് ഇന്ന് നടക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ ഗോപാൽ സുബ്രഹ്മണ്യം, രാജീവ് ധവാൻ എന്നിവരാണ് ഇന്ന് പ്രധാനമായും വാദം ഉന്നയിക്കാൻ പോകുന്നത്. കേസിലെ കക്ഷിയായ ബോറ സമുദായത്തിനായിട്ടാണ് ഗോപാൽ സുബ്രഹ്മണ്യം ഹാജരാകുന്നത്. ഇരുവരുടെയും വാദങ്ങൾ പൂർത്തിയായാൽ സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ ജയ്ജീപ് ഗുപ്ത ഇന്ന് വാദിച്ചേക്കും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കണോ വേണമോ എന്നതിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി വാദിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. രാജമാണിക്യം റിപ്പോർട്ടിനെ തുടർന്ന് ഇടുക്കി ഉപ്പുതറ വില്ലേജിലുണ്ടായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ്. പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി 10 വർഷമായി നടത്തിയ നിയമ പോരാട്ടമാണ് വിജയം കണ്ടത്. ഇതോടെ ഉപ്പുതറയിലെ 2500ഓളം വരുന്ന കർഷകർക്ക് കരമടയ്ക്കാനും ഭൂമി പോക്കുവരവ് ചെയ്യാനും കഴിയും. ഇടുക്കി ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിലെ ഭൂമി തോട്ടം തരം മാറ്റിയതാണെന്ന രാജമാണിക്യം റിപ്പോർട്ടാണ് കർഷകർക്ക് തിരിച്ചടിയായിരുന്നത്. ഇതോടെ ഇവിടുത്തെ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നതും പോക്കുവരവ് നടത്തുന്നതും റവന്യൂ വകുപ്പ് തടഞ്ഞു. 2016 മുതൽ തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കാൻ 2500ഓളം കർഷകർ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കൈവശമിരിക്കുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ ബാങ്ക് വായ്പയെടുക്കുന്നതിനോ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. കമ്മീഷനിൽ നിന്ന് കർഷകർക്ക് അനുകൂലമായ വിധിയുണ്ടായി. എന്നാൽ ഇത് നടപ്പാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. തുടർന്ന് ബാബു വീണ്ടും കമ്മീഷനെ സമീപിക്കുകയും വിധി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടിയോ കോടതിയൊന്നുമല്ല, ഈ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ ഉചിതമായ തൻ്റെ ഇടത്തോടുകൂടി ഒരു റിപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടാൻ കാരണം. 2016 ഭരണ പ്രതിപക്ഷ പാർട്ടികളും വ്യാപാരികളും 67 ദിവസം വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുടിൽകെട്ടി സമരം നടത്തിയിരുന്നു. എന്നിട്ടും തീരുമാനമുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ബാബു മേച്ചേരി കർഷകർക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന സാധ്യതയ്ക്കുള്ള സാധ്യത തെളിയുകയാണ്. ഇറാനുമായുള്ള ആണവ തർക്കത്തിൽ ഒത്തുതീർപ്പിന് സാധ്യത തെളിയുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2 മാസം മുൻപ് വരെ വിസമ്മതിച്ചിരുന്ന പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ ടെഹ്റാൻ ഇപ്പോൾ തയ്യാറാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ തയ്യാറായതായി ട്രംപ് പറഞ്ഞു. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിട്ടേക്കുമെന്നും താൻ അതിൽ പങ്കെടുത്തേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. അതേസമയം ഇറാൻ ഈ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാദ്യമേള വിസ്മയങ്ങളും കാഴ്ചയുടെ കൗതുകവും നിറച്ച് കൊല്ലം പൂരം ഇത്തവണയും കാണികളുടെ മനസ്സ് കവർന്നു. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകളൊക്കെ നടന്നത്. ആനയൂട്ടും ആന നീരാട്ടും പിന്നെ പ്രശസ്ത വാദ്യമേളക്കാരുടെ തിരുമുമ്പിൽ മേളം. തുടർന്ന് ആശ്രാമം മൈതാനിയിൽ ഗജവീരന്മാർ അണിനിരുന്ന കുടമാറ്റവും കാഴ്ചയുടെ പൂരം തീർത്തു. ആനപ്രേമികളിൽ ആവേശം നിറച്ച ആദ്യം ആനനീരാട്ടും പിന്നെ ആനയൂട്ടും. പ്രത്യേകം തയ്യാറാക്കിയ ഷെവറിലായിരുന്നു കരിവീരന്മാരുടെ കുളി.
കുളി കഴിഞ്ഞ ഗജവീരന്മാർ ശ്രീകോവിലിന് വലം വെച്ച് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരച്ചുവട്ടിൽ നിരന്നു. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു ആയിരുന്നു കൂട്ടത്തിൽ കേമൻ. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച വിഭവങ്ങൾ ഉൾപ്പെടെ 12 കൂട്ടം വിഭവങ്ങളാണ് ആനയൂട്ടിന് ഗജവീരന്മാർക്ക് നൽകിയത്. 22 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ആനനീരാട്ടും ആനയൂട്ടും കാണുവാനായി ധാരാളം ആളുകൾ ക്ഷേത്രമുറ്റത്ത് എത്തി. തുടർന്ന് കേരളത്തിലെ പ്രശസ്തരായ വാദ്യമേളക്കാരുടെ നേതൃത്വത്തിൽ തിരുമുമ്പിൽ മേളം നടന്നു. പിന്നീട് ക്ഷേത്രമുറ്റത്ത് കുടമാറ്റം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ വിപുലമായി ആഘോഷിക്കുന്ന തൃശൂർ പൂരം പോലെയുള്ള പൂരങ്ങൾ തെക്കൻ ജില്ലക്കാർക്കുകൂടി ആസ്വദിക്കാനായി 1992 ആരംഭിച്ചതാണ് കൊല്ലം പൂരം. കൊല്ലം ജില്ലയിലെ 13 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ തിടമ്പുമായി കൊമ്പനാനകളും വാദ്യമേളങ്ങളും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ആസ്വാദകരിൽ പൂരാവേശം നിറഞ്ഞു. താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലെയും പുതിയകാവ് ദേവീക്ഷേത്രത്തിലെയും സംഘങ്ങൾ ആശ്രാമം മൈതാനത്ത് മുഖാമുഖം അണിനിരന്ന് നടത്തുന്ന കുടമാറ്റമാണ് കൊല്ലം പൂരത്തിലെ പ്രധാന ആകർഷണം. ഓരോ ഭാഗവും ഉയർത്തുന്ന കുടകളിൽ പൂരത്തിന്റെ കൗതുക മത്സര കാഴ്ചകൾ ദൃശ്യമായി. മണിക്കൂറുകൾ നീണ്ട കുടമാറ്റത്തിന് ശേഷം ഇരുകൂട്ടരും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഇക്കൊല്ലത്തെ കൊല്ലം പൂരത്തിന് പരിസമാപ്തിയായി. അമൃത ന്യൂസ്, കൊല്ലം. മധ്യകേരളത്തിൽ ദശാവതാരം ചന്ദനച്ചാർത്ത് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശൂരിലെ എറവ് മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ഓരോന്നായി ഭഗവത് വിഗ്രഹത്തിൽ ചന്ദനവും അലങ്കാരങ്ങളും ഒക്കെ ചേർത്ത് ഭക്തർക്ക് അവിടെ ദർശിക്കാനാകും. 8 വർഷമായി നടക്കുന്ന ദശാവതാരം ചന്ദനച്ചാർത്ത് കാണാൻ ഭക്തർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രത്തിലെത്താറുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങളാണ് ഓരോ ദിവസങ്ങളിൽ ഇവിടെ ഭക്തർക്ക് ദർശിക്കാനാവുക. ഇതിനുശേഷം വിശ്വരൂപവും ചന്ദനത്തിൽ ഒരുക്കും. പെരികമനയിലെത്ത മണിനമ്പൂതിരിയുടെ കരവിരുതിലാണ് ഓരോ ചന്ദനച്ചാർത്തും നടക്കുന്നത്. വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനത്തിനൊപ്പം ചേർക്കുന്ന ചന്ദനത്തിലും അലങ്കാരങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ചന്ദനം അരയ്ക്കുമ്പോൾ കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും ചേർക്കും. ഇത് ഔഷധ ഗുണവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നു. ചന്ദനം തലേ ദിവസം അരച്ചു വെക്കണം. കളഭപ്പൊടി ഉപയോഗിച്ചുള്ള കളഭച്ചാർത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചന്ദനമുട്ടിയിൽ അരച്ചെടുത്ത ചന്ദനം കൊണ്ടുള്ള ചന്ദനച്ചാർത്തും. ഓരോ ദിവസത്തെയും അവതാരങ്ങളുടെ രൂപഭംഗി ചന്ദനത്തിലൂടെ അണിയിക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ ആകാരഭംഗിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങൾ സൃഷ്ടിക്കാനായി വയനാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓട മുറിച്ചും കവുങ്ങിൻ പാളകളുമാണ് ഉപയോഗിക്കുന്നത്. മണിനമ്പൂതിരിയാണ് പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രത്തിലെത്തി ഭഗവാൻ അഭിഷേകം നടത്തിയ ശേഷം ചന്ദനം ചാർത്തി അലങ്കാരങ്ങൾ അണിയിക്കുന്നത്. പ്രധാനമായും ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ദശാവതാരം ചന്ദനം ചാർത്ത് നടത്തുന്നത്. ഭഗവാനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കൾ തനിയെ തന്നെ ഉണ്ടാക്കുന്നു. മധ്യ കേരളത്തിൽ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. വെളിച്ചം വന്നുമ്പോൾ അഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യം കഴിഞ്ഞ് ഭഗവാനെ ചാർത്തി 5 ശേഷം പൊതുജനങ്ങൾക്ക് ദർശനം നൽകുന്നു. ഭഗവാന്റെ അവതാര ഭാവങ്ങൾ കൺകുളിർക്കെ കണ്ട് സായുജ്യം നേടാനെത്തുന്ന ഭക്തർക്ക് ചന്ദനം ചാർത്ത് ദർശനം നൽകുന്ന അനുഭൂതി വേറെയാണ്. രാവിലെ ചാർത്തിയ ചന്ദനം വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം വിഗ്രഹത്തിൽ നിന്ന് എടുത്തു മാറ്റും. ഇത് അടുത്ത ദിവസം വഴിപാടുകാർക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്കും നൽകുകയാണ് പതിവ്. അമൃത ന്യൂസ്, തൃശൂർ. മധ്യ തിരുവിതാംകൂറിന്റെ താളവിസ്മയമായ കടമനിട്ട പടയണിക്ക് തുടക്കമായി. പടയണി ഗ്രാമമായ കടമനിട്ട ഇനി ഉറക്കമില്ലാത്ത രാവുകളിലേക്ക് ഉണരുകയാണ്. പ്രകൃതിദത്തമായ പച്ചപ്പാളികളിൽ വിരിയുന്ന വർണ്ണവിസ്മയങ്ങളും തപ്പിന്റെ താളവും ഇടകലരുന്ന ഈ അനുഷ്ഠാന കലയെ നെഞ്ചേറ്റാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ കടമനിട്ട ഭഗവതി ക്ഷേത്രമുറ്റം ഇനി പടയണിക്കോലങ്ങളാൽ നിറയും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ കോലങ്ങൾ തയ്യാറാക്കുന്ന ജോലികൾ പണിപ്പുരകളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പ്രകൃതിദത്തമായ പച്ചപ്പാളകൾ ചെത്തിമിനുക്കി സ്വാഭാവിക വർണ്ണങ്ങൾ ചാലിച്ചാണ് കലാകാരന്മാർ വിസ്മയം തീർക്കുന്നത്.
2 ദിവസം തപ്പ് കാച്ചാതെ പച്ചത്തപ്പ് കൂട്ടി ഭഗവതി വിളിച്ചിറക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് ആദ്യ പടയണി കടമനിട്ടയിൽ തുടങ്ങുകയാണ്. കടമനിട്ടയിലെ പടയണിയോടുകൂടി മധ്യതിരുവിതാംകൂറിന്റെ പടയണിക്കാലം അവസാനിക്കുകയാണ്. ഗണപതിക്കോലം മുതൽ ഭൈരവിക്കോലം വരെയുള്ള വൈവിധ്യമാർന്ന രൂപങ്ങൾ ഇത്തവണയും കളത്തിൽ ആവേശമാകും. പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ പുതുതലമുറയും ഈ കലാരൂപത്തെ ഏറ്റെടുക്കുന്നു എന്നതിന് തെളിവാണ് പണിപ്പുരയിലെ യുവാക്കളുടെയും കുട്ടികളുടെയും സജീവ സാന്നിധ്യം. കാഞ്ഞിരമാല, സുന്ദരയക്ഷി, കുറത്തി, പരദേശി, ആഴിയടവി എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോലങ്ങൾ കളത്തിലെത്തും. കാലങ്കോലമുണ്ട്, സുന്ദരയക്ഷിയുണ്ട്, മറുതായുണ്ട്, പിശാചം. പിന്നെ സ്പെഷ്യൽ കോലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 6-ാം തീയതി മുതൽ ഉണ്ടാവും. 6-ാം തീയതി അടവി ഉണ്ടാവും. പിന്നെ അന്ന് പക്ഷിക്കോലം 6-ാം തീയതി മുതലേ ഉള്ളൂ. പിന്നെ അന്തര, അരക്കി അങ്ങനെ കിരീടമുള്ള കോലങ്ങൾ 6 മുതൽ ചെയ്യുന്നുണ്ട്. 8-ാം ദിവസമായ ഏപ്രിൽ 21-ന് 101 പാളഭൈരവി ഉൾപ്പെടെയുള്ള എല്ലാ കോലങ്ങളും കളത്തിലിറങ്ങുന്ന വലിയ പടയണി അരങ്ങേറും. 10-ാമതേ ദിനത്തിൽ ഭഗവതിയെ തപ്പുകുട്ടി ശ്രീലകത്തേക്ക് തിരികെ കയറ്റുന്നതോടെ ഈ വർഷത്തെ താളമേളങ്ങൾക്ക് സമാപനമാകും. ഭക്തിയും കലയും ഒത്തുചേരുന്ന കടമ്മനിട്ടയുടെ മണ്ണിൽ വീണ്ടും ഒരു പടയണിക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. പടയണി പദങ്ങളും തപ്പിന്റെ താളവും വരുന്നതോടെ ഗ്രാമം ഇനി ഉത്സവ ലഹരിയിലാകും. ക്യാമറമാൻ രതീഷ് മാഡ്മിഷേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാനത്ത് ചൂടിന്റെ കാഠിന്യം തുടരുകയാണ്. ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. 2 ദിവസം കൂടി കൊടും ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിക്കുന്ന സാഹചര്യത്തിൽ KEB ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. KEB ചെയർമാന്റെ അധ്യക്ഷതയിൽ വൈകിട്ടാണ് യോഗം ചേരുക. വലിയ ചൂടാണ്. അപ്പോഴാണ് ഈ പാലക്കാടൻ ചൂടിന് ആശ്വാസമാകുന്നൊരു വിപണി നമുക്ക് കാണാൻ സാധിക്കുന്ന. പലയിടത്തും അത്തരം വിപണികളുണ്ട്. കരിക്കും, നൊങ്കും, തണ്ണിമത്തനും തണ്ണീർപ്പന്തലും ഒക്കെ ചൂടിനെ ചെറുക്കാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം വിൽപ്പനയും തകൃതിയാണ്. ചൂട് 40 ഡിഗ്രിയിലെത്തിയ പാലക്കാട് ആ ചൂടിനെ ചെറുക്കാൻ വിപണിയും തയ്യാറാണ്. കടുത്ത ചൂടിൽ ഉള്ളൊന്ന് തണുപ്പിക്കാനുള്ള വിഭവങ്ങൾ പാലക്കാടിന്റെ നഗരവീഥികളിലുണ്ട്. കരിക്കും, നൊങ്കും, സർബത്തുകളും തണ്ണിമത്തനും കത്തുന്ന വേനൽ ചൂടിൽ ഒരിത്തിരി ആശ്വാസമാണ്. കച്ചവടം കുഴപ്പമില്ല, ഇതുണ്ട്. നല്ല ചൂടാണ്, നല്ല ആൾക്കാർ വരും. അത് ചിലപ്പോൾ 100 പോവും, 200 പോവും, ചിലപ്പോൾ കുറവായിട്ട് പോവും. ഇന്ന് ഒറ്റക്കാരോട് കച്ചവടം കിട്ടുന്നു. 41 ഡിഗ്രി ഇതിൽ ഇപ്പോൾ ഈ കരിക്കും തണ്ണിമത്തനും അതൊക്കെയാണ് കുറച്ച് ആരോഗ്യത്തിനും നല്ലത്. വേനൽ ചൂടിനെ അതിജീവിക്കാൻ പാലക്കാട് കോട്ടയ്ക്ക് മുന്നിലായി തണ്ണീർപ്പന്തലും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും നിരവധി ആളുകൾ ഈ തണ്ണീർപ്പന്തലിനെ ആശ്രയിക്കുന്നുണ്ട്. ശ്രീ ആഞ്ജനേയ സേവാ സമിതിയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ തണ്ണീർപ്പന്തലിൽ ഇവിടെ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. ഒത്തിരി പേര് വന്ന് കുടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം ഏകദേശം ഒരു 18 ഡേറ്റ് വരുന്നവരെ ചൂട് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ പാലക്കാടാണ് ചൂട് അനുഭവപ്പെടുന്നത്. മെയ് മാസം എത്തുന്നതോടെ ചൂട് ഇനിയും കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ഹൈവേകളിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വേനലിനെ മറികടക്കാൻ ഇത്തരത്തിൽ നിരവധി കൊച്ചു കടകളാണ് തുറന്നിട്ടുള്ളത്. തിളച്ചുമറിയുന്ന പാലക്കാടൻ ചൂടിന് നേരിയ ആശ്വാസമാക്കുകയാണ് ഈ തണ്ണിമത്തനും കരിക്കും നൊങ്കുമൊക്കെ. ഈ വേനൽക്കാലം കഴിയുന്നവരെ കച്ചവടവും പൊടിപൊടിക്കും. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. കണ്ണൂർ മാതാമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഈ മാസം 19, 20 തീയതികളിൽ ഭക്ത്യാദരപൂർവ്വം സംഘടിപ്പിക്കും. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ അമ്മയുടെ സന്യാസി ബ്രഹ്മചാരി ശിഷ്യരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ജ്ഞാന യജ്ഞങ്ങളും നടത്തപ്പെടുന്നു. മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി അറിയിച്ചു. പനങ്കാവ് മാതാമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയുടെ 15ാം വാർഷിക മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഏപ്രിൽ 19 രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവ നടക്കും. തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ രാഹുദോഷ നിവാരണ പൂജയും ഉണ്ടായിരിക്കും. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി ദീപപ്രജ്വലനം നിർവഹിക്കും. ബ്രഹ്മചാരി
വേദവേദ്യാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, ധ്യാനം, പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. 11:30 മുതൽ ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യയുടെ പ്രഭാഷണം, ഭജന, അമൃതപ്രസാദം എന്നിവ നടക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 4:30 ശനിദോഷ നിവാരണ പൂജ, തുടർന്ന് ശനിഹോമം, അഭിഷേകം, ദീപാരാധന എന്നിവയും ആദ്യ ദിനത്തിൽ നടക്കും. ഏപ്രിൽ 19, 20 ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് അമ്മ പ്രതിഷ്ഠിക്കപ്പെട്ട ബ്രഹ്മസ്ഥാനത്തിൻ്റെ 15ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവമാണ്. രാവിലെ 5:30 മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം എന്നിവയോടുകൂടിയാണ് തുടങ്ങുന്നത്. 15ാം വാർഷികമാണ്, പ്രതിഷ്ഠാ വാർഷികമാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഉത്സാഹം എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ അമ്മ ഉത്തര കേരളത്തിൽ വരുന്നു എന്നൊരു എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മ വരുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ കോഴിക്കോടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആവേശം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പ്രതിഷ്ഠാവാർഷികവും അതുപോലെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ടും അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിന്റെ 2ാം ദിവസമായ ഏപ്രിൽ 20 രാവിലെ 5:30 മഹാഗണപതി ഹോമം, തുടർന്ന് ശിവശക്തി ഹോമം, മഹാസുദർശന ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയുണ്ടാകും. രാവിലെ 9 മണിക്ക് നവകം പഞ്ചഗവ്യം അഭിഷേകം, 10 മണിക്ക് ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യയുടെ പ്രഭാഷണം നടക്കും. 11 മണിക്ക് സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ പ്രഭാഷണം, ഭക്തിഗാനസുധ, അമൃതപ്രസാദം എന്നിവയും ഉണ്ടാകും. വിവിധ കലാപരിപാടികളോടെ 2 ദിവസങ്ങളിലെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഇന്ന് ലോക ഹീമോഫീലിയ ദിനം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീനുകളുടെ കുറവ് മൂലം മുറിവുകളിലോ പരിക്കുകളിലോ അമിതമായി രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഈ രോഗമുള്ളവരിൽ ആന്തരിക രക്തസ്രാവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഹീമോഫീലിയയുടെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമാജി സംസാരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തട്ടലുകൾ, മുട്ടലുകൾ, പോറലുകൾ, ഇതിലൊന്നും നമ്മളിൽ മിക്കവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ടി പോലും വരാറില്ല. ഈ ചെറിയ ചെറിയ തട്ടലുകളോ മുട്ടലുകളോ ഉണ്ടാകുമ്പോഴേക്കും ശരീരത്തിൽ അമിതമായി രക്തസ്രാവം ഉണ്ടാകുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ലോക ഹീമോഫീലിയ ദിനം. ഞാൻ ഡോക്ടർ രമ അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. പാരമ്പര്യമായി പുരുഷന്മാരിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. എന്നാൽ ഇതേപോലെ തന്നെ സ്ത്രീകളിലും കാണുന്ന രക്തം കട്ടപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പല പല രോഗങ്ങൾ ഉണ്ട്. മുറിവുണ്ടായി കഴിഞ്ഞാൽ അവരുടെ ബ്ലീഡിംഗ് കൺട്രോൾ ആകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു മരുന്ന് കൊടുക്കുമ്പോഴേക്കും മാറുന്ന അവസ്ഥയല്ല. അവർക്ക് എന്ത് മരുന്ന് കൊടുത്താലാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ രോഗം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ഡയഗ്നോസിസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ. ഈ വർഷത്തെ ഹീമോഫീലിയ ദിനത്തിലെ തീം ഇതാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമുള്ള പ്രോട്ടീനിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളിൽ ചെറുപ്പത്തിലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തോട്ട് കാണിക്കാൻ തുടങ്ങും. കുഞ്ഞാകുമ്പോൾ കമന്ന് വീഴുകയും നീന്തുകയും ചെയ്യുന്ന സമയത്ത് തന്നെ മുട്ടുകളിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക, ചെറിയ കുട്ടികളെ എടുക്കുന്ന സമയത്ത് കക്ഷത്തിൽ ബ്ലീഡിംഗ് പോലത്തെ അവസ്ഥകൾ ഉണ്ടാവുക. ഇതൊന്നും സാധാരണയായിട്ട് നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട്, കുട്ടികളുടെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് ബ്ലഡ് കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള അസുഖത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിരിക്കും. അക്ഷയ തൃതീയ ദിനത്തിലെ വ്യാപാരത്തിനൊരുങ്ങി സ്വർണ്ണ വിപണന മേഖല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ 55% വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും അക്ഷയ തൃതീയ ദിനം സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനായോ എന്നതും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ മാസം 19-നാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി കരുതുന്നു. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്നതും അക്ഷയ തൃതീയ നാളാണ്. അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് അക്ഷയ തൃതീയ ദിനമാണ്. ഈ വർഷത്തെ അക്ഷയ തൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ 12,000-ഓളം സ്വർണ്ണ വ്യാപാരശാലകൾ അക്ഷയ തൃതീയയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 55% വിലവർധനവാണ് ഇത്തവണ സ്വർണത്തിന് അനുഭവപ്പെടുന്നത്. വിലവർധനവിനിടയിലും അക്ഷയ തൃതീയ ദിനം സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവേകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. 5 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ ദിവസം സ്വർണം വാങ്ങാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർണം ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല,
എക്കാലത്തേക്കുമുള്ള ഒരു സമ്പാദ്യം എന്ന നിലയ്ക്കാണ് സ്വർണം ഉപഭോക്താക്കൾ വാങ്ങിക്കൂട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങുന്ന ഒരു സുദിനമാണ് അക്ഷയ തൃതീയ. 2025 10 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് ഏകദേശം 96,000 മുതൽ 97,000 രൂപയായിരുന്നത് ഇപ്പോൾ 1.5 ലക്ഷം മുതൽ 1,55,000 രൂപ വരെയാണ് വില. 22 കാരറ്റിന് 87,000 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 1,10,000 മുതൽ 1,12,000 എന്ന നിലയിലാണ് വിൽപ്പന. ഇത് നിക്ഷേപകർക്ക് മികച്ച ലാഭം നൽകിയെങ്കിലും സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ സാഹചര്യം സ്വർണത്തെ സംബന്ധിച്ച് തീർത്തും പ്രവചനാതീതമാണ്. ഇറാൻ US സംഘർഷം തുടരുന്നതിന്റെ ഫലമായി എണ്ണവിലയിലുണ്ടായ വർധനവ്, പണപ്പെരുപ്പ് സമ്മർദ്ദം എന്നിവ കാരണം സ്വർണ്ണവിലയിലും മാറ്റങ്ങളുണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തൽ കരാറിലേക്ക് പോയതോടെ സമീപ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടായിരുന്നു. എന്നാൽ ഡോളർ ദുർബലമാവുകയും ക്രൂഡ് ഓയിൽ വില താൽക്കാലികമായി താഴുകയും ചെയ്ത സാഹചര്യത്തിലുണ്ടായ ഉയർച്ചയിൽ നിന്നും സ്വർണ്ണവില വീണ്ടും താഴേക്കും വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണി നിക്ഷേപ താല്പര്യം തുടരുക തന്നെയാണ്. ഇറാനും US തമ്മിലുള്ള 2ാം ഘട്ട സമാധാന ചർച്ച ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൻ്റെ അടുത്ത തലത്തിലുള്ള നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി വിപണിയിലെ മുന്നേറ്റം. എന്നാൽ വിപണി മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണി നിക്ഷേപ താല്പര്യം തുടരുക തന്നെയാണ്. ഇറാനും US തമ്മിലുള്ള 2ാം ഘട്ട സമാധാന ചർച്ച ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൻ്റെ അടുത്ത തലത്തിലുള്ള നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി വിപണിയിലെ മുന്നേറ്റം. എന്നാൽ വിപണി മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അതിന് 2 ഘടകങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന്, സാങ്കേതികമായി 24,000 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചികയിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സൂചിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഗണ്യമായ തോതിൽ കഴിഞ്ഞ ദിവസം കുറയുണ്ടായി. ഈ 2 ഘടകങ്ങളും കാണിക്കുന്നത് വിപണി മുന്നോട്ട് തന്നെ എന്നുള്ള സൂചന തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറുകിട നിക്ഷേപകർ. നന്ദി ശ്രീ ദിലീപ്. ഇനി കായിക വാർത്തകളിലേക്ക്. IPL മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 4ാം തോൽവി. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ തോൽവിയാണ് മുംബൈ നേരിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 195 റൺസ് എടുത്തത്. ക്വിന്റൻ ഡി കോക്ക് സെഞ്ചുറി നേടി. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.